മഹാനവറുകൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു ഇന്ന് ബിദ്അത്തുകാർ ചെയ്യുന്നത് പോലെ തന്നെ അന്നത്തെ ബിദ്അത്തുകാർക്ക് ഒരു വാദം ഉണ്ടായിരുന്നു, ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നത്. അപ്പൊ അതിനെതിരെ ശക്തമായ സുന്നത്ത് ജമാഅത്തിന്റെ ഭാഗത്ത് നിന്ന് ധീരമായി പോരാടിയ വ്യക്തിയാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. മഹാനവറുകൾ ഉറച്ചു നിന്നു, ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, ഖുർആൻ അള്ളാഹിന്റെ കലാമാണ്. അള്ളാഹിന്റെ കലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിഫത്താണ്. സിഫത്ത് ഒരിക്കലും സൃഷ്ടിയാകൂല, അത് ഖദീമേ ആകാൻ പറ്റൂ. അതുകൊണ്ട് ഖുർആന് ഖദീമാണ്, സൃഷ്ടിയല്ല. ഖുർആൻ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ ബിദ്അത്തുകാർ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് രാജാവിനെ കയ്യിലാക്കി. അന്നത്തെ രാജാവ് മുഅ്തസിമാണ്. മുഅ്തസിം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ കാണാം, എഴുതാനും വായിക്കാനും അറിയാത്തൊരു ഉമ്മിയാണ്, എഴുതാനും വായിക്കാനും അറിയില്ല. അപ്പൊ അവരെ ഈ ബിദ്അത്തുകാർ ഈ രാജാവിനെ കീശയിലാക്കി മഹാനവറുകൾക്കെതിരെ തിരിച്ചു. അങ്ങനെ മഹാനവറുകളെ ഖുർആൻ അള്ളാഹിന്റെ സൃഷ്ടിയാണ് എന്ന് അംഗീകരിക്കണമെന്ന് രാജാവ് പറഞ്ഞു. അപ്പൊ തങ്ങൾ പറഞ്ഞു, അഹ്മദ് ബിൻ തങ്ങൾ പറഞ്ഞു, രാജാവല്ല ആര് പറഞ്ഞാലും ശരി, ഖുർആൻ അള്ളാഹിന്റെ സൃഷ്ടിയാണെന്ന് പറയാൻ എന്നെ കിട്ടൂല. അപ്പോ മഹാനവറുകളെ ജയിലിലടച്ചു എന്നല്ല, വളരെയധികം അടിച്ച് നല്ല പരിക്കേൽപ്പിച്ചു. അത് റമദാൻ മാസം, ഒരു വർഷം റമദാൻ മാസം അവസാനത്തെ 10-ലായിരുന്നത്. ആ കാലയളവിൽ മഹാനവറുകൾ 28 ദിവസമാണ് ജയിലിൽ ഒറ്റപ്പെട്ട് കിടന്നത്.